അപ്പയുടെ വാക്യൂം ഒരിക്കലും ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ തരുന്ന ആ സ്നേഹം കൊണ്ട് കുറച്ചൊക്കെ അതൊന്ന് കവറപ്പായി പോകുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഒരുപാട് പ്രാവശ്യം വന്ന സ്ഥലമാണ് ഇവിടുത്തെ ഓരോ ഈ ഹോളെന്നൊക്കെ പറയുമ്പം അപ്പയെ പല പ്രാവശ്യം അപ്പയുടെ കൂടെ വരികയും അപ്പയെ പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ വരികയും ഒക്കെ ചെയ്ത സ്ഥലം. ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസ്, ചെറുപ്പം തൊട്ടുള്ള മെമ്മറീസ്. ഞങ്ങളുടെ ചെറുപ്പകാലം എന്ന് പറയുമ്പം എല്ലാ വീക്കെൻഡ്സും അപ്പ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് യാത്രകളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അപ്പയുടെ കൂടെ ഈ സാറ്റർഡേ സൺഡേ ഇങ്ങോട്ട് വരുന്നതായിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അപ്പം ഇവിടെ വരുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്. സ്കൂളിങ്ങും കോളേജും ഒക്കെ അവിടെയാണെങ്കിലും ഞങ്ങൾക്ക് പുതുപ്പള്ളി നമ്മുടെ സ്വന്തം പോലെ തന്നെ എല്ലാം സ്വന്തമായിരുന്നു. ഇവിടെയുള്ള ഓരോ മുഖങ്ങളും എനിക്ക് കണ്ടു പരിചയം ഉള്ള മുഖങ്ങളാണ് ഭൂരിപക്ഷം ആളുകളെ മറ്റു. പക്ഷേ എനിക്കറിയാം അപ്പയ്ക്ക് ഇവിടെ ഓരോരുത്തരുമായിട്ട് പേഴ്സണൽ കണക്റ്റും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അപ്പയുമായിട്ടൊരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഇത്രയും അപ്പ എങ്ങനെയായിരുന്നെങ്കിലും അപ്പ മരിച്ചു കഴിഞ്ഞ് അപ്പയുടെ യാത്രയിൽ, വിലാപയാത്രയിലാണ് അപ്പ എന്തുമാത്രം ആളുകൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് മനസ്സിലാക്കിയത്. ഇവിടെ വന്ന് ഇപ്പോഴും ഇന്നിപ്പം 29 ദിവസമായി, നാളെ 30 ഇത്രയും ദിവസം ഇവിടെ വരുന്ന ആളുകൾ, ഇവിടുന്ന് പുതുപ്പള്ളിക്കാർ മാത്രമല്ല കേരളം മുഴുവനുള്ള ആളുകൾ, പക്ഷെ ഇവിടെ വരുന്ന പുതുപ്പള്ളിയിലുള്ള ഓരോ ആളുകളും വന്ന് ഞങ്ങളോട് പറയുമ്പം ഞങ്ങളോടുള്ള ആ സ്നേഹം അതൊരിക്കലും നമുക്ക് അപ്പയുടെ വാക്യൂം ഒരിക്കലും ഞങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ തരുന്ന ആ സ്നേഹം കൊണ്ട് കുറച്ചൊക്കെ അതൊന്ന് കവറപ്പായി പോകുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞ് ഇതാണെങ്കിൽ ഇത് അപ്പയെ പറ്റി പറഞ്ഞു എങ്കിലും അപ്പയുടെ പ്രസൻസ് കംപ്ലീറ്റ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാം. ഇന്നിവിടുന്ന് ആദ്യമായിട്ടാണ് ഇവിടുന്ന് എല്ലാവരും വിളിച്ചു. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തെന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളാരും മരണത്തിൻ്റെ അതിൽ നിന്ന് ഒരിക്കലും അപ്പ മരിക്കുമെന്ന് വിചാരിച്ചതല്ല. അപ്പയ്ക്ക് തിരിച്ച് പുതുപ്പള്ളിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എപ്പോഴും ഞങ്ങളോട് പോകാം. ഇന്ന് തന്നെ രാവിലെ വീട്ടിൽ ഇരുന്ന് പ്രോഗ്രാം പറഞ്ഞപ്പോൾ പറയായിരുന്നു അപ്പയുടെ ഡയറിയിൽ അപ്പ ഇപ്പോഴും ഈ ഓഗസ്റ്റിലെ ഫംഗ്ഷനൊക്കെ എഴുതിയിട്ടിരിക്കുക, ഇവിടെ കൂടേണ്ട ചടങ്ങുകളും കല്യാണങ്ങളും ഒക്കെ. പക്ഷേ ദൈവഹിതം വേറെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അപ്പയുമായിട്ട് തിരിച്ച് പുതുപ്പള്ളിക്ക് വരാൻ പറ്റിയില്ല. ഇതാണ് അപ്പയെ പറ്റി പറയുന്നെങ്കിൽ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ ചാണ്ടി ചെറുപ്പം മുതലേ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പഠിച്ചു. ഇപ്പം തന്നെ ഇലക്ഷൻ ആയപ്പോൾ തന്നെ പലരും പ്രൊഫൈലിനൊക്കെ വിളിച്ചു. അപ്പം ഞാൻ എപ്പോഴും പറയും, അവരോടൊക്കെ പറയും, ഞാൻ ചാണ്ടിയോട് തന്നെ ചോദിക്കേണ്ടത്, ബിക്കോസ് കുറേ പഠിച്ചിട്ടുണ്ട്, ഡബിൾ ഡിഗ്രീസാണ് പലതും. അപ്പം എനിക്ക് അതിന് കൃത്യമായിട്ട് ഏതൊക്കെ ഡിഗ്രി ഉണ്ടെന്നുള്ളതിലൊരു ഡൗട്ട്. അപ്പം ഞാൻ ചാണ്ടിയെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ പഠിത്തത്തിൽ വളരെ താല്പര്യത്തോടുകൂടി വളർന്ന ഒരു സഹോദരനാണ്, കുട്ടിയാണ് ചാണ്ടി. അപ്പയെ പോലെ തന്നെ ചെറുപ്പത്തിലെ 10-20-25 വർഷത്തിലേറെയായി ചാണ്ടി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു. പക്ഷേ വലിയൊരു ബഹളത്തിനൊന്നും പോകാതെ ചെറുപ്പത്തിലേ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ചാണ്ടിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പയോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയെ നന്നായിട്ട് സ്നേഹിച്ചു. പഠിത്തത്തിനോടൊപ്പം തന്നെ അവൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോയി അങ്ങനെ നടന്നൊരു വ്യക്തിയാണ് ചാണ്ടി. അപ്പോൾ ഒരുപാട് പേരും ഇലക്ഷനായപ്പം ചാണ്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പോലും, ഞാൻ ഒരു വീഡിയോ വൈറലായിട്ട് കണ്ടു, ചാണ്ടി ഭയങ്കര സിമ്പിൾ സിറ്റിയാണ്, ഒരു മുഖ്യമന്ത്രിയുടെ മകന് എങ്ങനെയൊക്കെ നടക്കാം, അങ്ങനെ ഒരുപാട് വൈറൽ വീഡിയോസ് പലരും പല ആംഗിളിലും ചാണ്ടിയെ പറ്റി പറഞ്ഞു. പക്ഷേ ഒരു സഹോദരി എന്ന രീതിയിൽ, കുടുംബം എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും പറയാൻ പറ്റുന്നൊരു കാര്യം, ഇത്രയേറെ അപ്പനെ സ്നേഹിച്ച ഒരു മകൻ കാണത്തില്ല. അത് കുടുംബം എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഞാനായിരിക്കും അപ്പയുടെ കൂടെ പഠിക്കാൻ പോയ കാലം ഒഴിച്ച് ബാക്കി ഏറ്റവും കൂടുതൽ അപ്പയും അമ്മയുടെയും കൂടെ താമസിച്ച ആൾ ഞാനാണ്. ചികിത്സയുടെ 10 മാസവും കൂടെ ഉണ്ടായിരുന്ന ആൾ ഞാനാണ്. അപ്പം ചാണ്ടിയുടെ ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. അമ്മ ലാസ്റ്റ് ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ഞാനായിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത്.
അപ്പോൾ ഫുൾ ടൈം ഉണ്ടായിരുന്നപ്പോൾ ചാണ്ടി ചികിത്സയുടെ ഭാഗത്ത് ഫുൾ ടൈം ജർമ്മനി പോയപ്പോൾ ഉണ്ടായിരുന്നു. ഭാരത് ജോഡോ യാത്രയായിരുന്നതുകൊണ്ട് ഫുൾ ടൈം വരാൻ പറ്റിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. ബാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജോഡോ യാത്ര കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് ചേരുന്നത്. പക്ഷെ ബാംഗ്ലൂർ ഞാനും അമ്മയായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം നിൽക്കത്തില്ലെങ്കിലും അവൻ്റെ ഓരോ നിമിഷത്തെ ടെൻഷനും ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. പല ദിവസങ്ങളും 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഒന്നും ചോദിക്കൂല. വല്ല കുഴപ്പമുണ്ടോ, എങ്ങനെയുണ്ട്, അപ്പം എങ്ങനെയുണ്ട്, ഇത്രയേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് അവൻ്റെ ടെൻഷൻ നന്നായിട്ട് മനസ്സിലാവുന്നു. അപ്പം ഇവിടെ ആരും പറയാത്ത ഒരു ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റുന്നത്, അപ്പനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മകൻ കാണത്തില്ലായിരിക്കും.